2024 ദ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ആപ്പിൾ ഇവൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. സെപ്റ്റംബർ 9 10:30 ആയിരുന്നു ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രോഗ്രാം ടൈമിംഗ്. അപ്പോൾ ആ ഒരു ഇവൻറ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാം ഒന്നും പറയുന്നില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും മാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ, ഡിവൈസിനുള്ള അപ്ഡേറ്റ്സ്, പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഫസ്റ്റ് അവർ പുതിയ ആപ്പിൾ വാച്ചിനെ പറ്റിയാണ് പറഞ്ഞത്. സീരീസ് 10 കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഡിസ്പ്ലേ സൈസിലാണ് മാറ്റം വന്നത്. പഴയ മോഡൽസിനേക്കാളും 9% ഡിസ്പ്ലേ സൈസ് കൂടിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പഴയ മോഡൽസിനേക്കാളും 30% കൂടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് നോക്കേണ്ട കാര്യമില്ലല്ലോ. തൊട്ട് മുന്നേ ഉള്ളതിനേക്കാളും 9% ഡിസ്പ്ലേ സൈസ് വലുതായിട്ടുണ്ട്. എന്നാൽ ഡിസ്പ്ലേ സൈസ് വലുതായാൽ പോലും ആ ഒരു വാച്ച് കുറച്ചുകൂടെ തിക്കറാവുമൊന്നും ചെയ്തിട്ടില്ല, കുറച്ചുകൂടെ തിന്നറാണ് ആയിട്ടുള്ളത്. പഴയതിനേക്കാളും 10% തിന്നറും കൂടെ ആയിട്ടുണ്ട്. പിന്നെ അവരുടെ ഈ പുതിയ ഡിസ്പ്ലേ അവർ വിളിക്കുന്ന വൈഡ് ആംഗിൾ OLED എന്നാണ്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു വ്യത്യസ്ത ആംഗിളിൽ നോക്കുമ്പോഴത്തേക്കും, നല്ല ചെരിഞ്ഞൊക്കെ നോക്കുമ്പോഴത്തേക്കും പഴയ മോഡൽസിനേക്കാളും കുറച്ചുകൂടെ ബ്രൈറ്ററുമാണ്, കുറച്ചുകൂടെ വിസിബിളുമാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, സ്പീക്കേഴ്സിലൂടെ ഇപ്പോൾ മീഡിയയും പ്ലേ ചെയ്യാം. പണ്ടത് പറ്റില്ലായിരുന്നു. ഇപ്പം നമുക്ക് എയർപോർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത് പ്ലേ ചെയ്യായിരുന്നു. പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യാനും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റിയേ ഉണ്ടായിരുന്നുള്ളൂ സ്പീക്കേഴ്സിൽ. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് മീഡിയയും പ്ലേ ചെയ്യാൻ പറ്റും, പാട്ടൊക്കെ പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററി ലൈഫിൽ ഒരു മാറ്റമില്ല കേട്ടോ. സെയിം 18 മണിക്കൂർ ബാറ്ററി ലൈഫ് അത് തരുന്നുള്ളൂ. ഇത്രയും അടിപൊളി വാച്ചാണ്. വാച്ചൊക്കെ അവരുടെ എനിക്ക് അത്ര മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കിടിലൻ ഡിസൈനാണ്, അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ബാറ്ററി ലൈഫ് ആക്ച്വലി പരിതാപകരമാണ്. അതാണ് നമ്മൾ ഏറ്റവും ലിമിറ്റ് ചെയ്യുന്നത്. വാച്ച് ഫോണിനെ പോലെ ചാർജ് ചെയ്യുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് പറ്റുകയില്ല. അതുകൊണ്ടാണ് ഞാൻ സ്മാർട്ട് വാച്ചസ് അധികം ഉപയോഗിക്കാത്തത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. ഫോൺ പോലെ തന്നെ വാച്ച് ചാർജ് ചെയ്യുക എന്ന് പറയുന്നത് മിനിമം ഒരു 2 അല്ലെങ്കിൽ 3 ഡേയ്സ് എങ്കിലും കിട്ടണ്ടേ, അല്ലെങ്കിൽ രസമില്ല. അപ്പോൾ 18 മണിക്കൂർ ബാറ്ററി ലൈഫ് ഇപ്പോഴും കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ലിമിറ്റേഷൻ അവർക്കുണ്ട്. അതുകൊണ്ട് അതേ ലിമിറ്റേഷൻ അവർ എല്ലാ സീരീസിലും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ബാറ്ററി ലൈഫ് ഇൻക്രീസ് ചെയ്തിട്ടില്ലെങ്കിലും ഫാസ്റ്റ് ചാർജിങ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. 30 മിനിറ്റ്സ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 80% ചാർജ് ആവും എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. എന്നാലും നല്ലൊരു കാര്യം തന്നെ. പിന്നെ പുതിയ ചിപ്സെറ്റാണ് ആപ്പിൾ വാച്ചിൽ വരുന്നത്. S10 എന്നാണ് പേര്. കുറച്ചുകൂടെ പവർഫുൾ ആണ്. എത്രമാത്രം പവർഫുൾ ആണെന്നൊന്നും അവർ പറയുന്നില്ല. കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊന്നും എനിക്ക് അത്ര റെലവൻ്റ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഒരു അഡീഷണൽ ഹെൽത്ത് ഫീച്ചർ അവർ ഇത്തവണ ഓഫർ ചെയ്തിട്ടുള്ള സ്ലീപ്പ് ആപ്നിയ ഡിറ്റക്ഷനാണ്. അത് വേറെ ഒന്നല്ല, നമ്മൾ കിടന്നുറങ്ങുമ്പോഴത്തേക്കും നമ്മളെ ബ്രീത്തിങ് പാറ്റേൺസ് ഒക്കെ അബ്നോർമലായി നമ്മൾ ഉറക്കം ശരിയാവാതെ അടുത്ത ദിവസം വളരെ എനർജി ലോസിലൂടെ പ്രവർത്തിക്കുക എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ സ്ലീപ്പ് ആപ്നിയ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പാടാണ്. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയാണ് ആപ്പിൾ വാച്ചിൽ അവർ ഈ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏകദേശം 30 ദിവസത്തോളമുള്ള ഡാറ്റ അവർ അനലൈസ് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് ആപ്നിയ ഉണ്ടോ ഇല്ലയോ, എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. അപ്പം ആക്ച്വലി നല്ലൊരു ഫീച്ചറാണ്. കാരണം പലരുടെയും സ്ലീപ്പ് പാറ്റേൺസ് അവരറിയാതെ തന്നെ വളരെ മോശമായിരിക്കും, വളരെ ബാഡ് ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ അതൊക്കെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് നല്ലൊരു ഫീച്ചർ തന്നെ. പിന്നെ 2 പുതിയ ഡിസൈൻ വെർഷൻസ് ഇതിന് അവൈലബിൾ ആണ്. ഒന്ന് ജെറ്റ് ബ്ലാക്ക് അലൂമിനിയം എന്ന് പറഞ്ഞിട്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ക്ലാസ് ആയിട്ടുള്ള ലുക്ക്, ഗ്ലോസി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ലുക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ടൈറ്റാനിയം മോഡൽ, കാണാൻ അടിപൊളി ലുക്ക്. പക്ഷേ അതുപോലെ ലുക്ക് കൂടുമ്പോൾ വിലയും കൂടുമല്ലോ, അതുകൊണ്ട് അത് നല്ല പ്രൈസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടിൻ്റെയും പ്രൈസ്, ഒന്ന് 46,900 മറ്റേ ജെറ്റ് ബ്ലാക്ക് അലൂമിനിയം, അത് നോർമൽ പ്രൈസിങ് ആപ്പിൾ വാച്ചിൻ്റെ. മറ്റേത് 79,900, ഏകദേശം ആപ്പിൾ വാച്ച് അൾട്രയുടെ ലെവൽ പ്രൈസ് വരുന്നുണ്ട് പ്രീമിയം മോഡലിൽ. അപ്പം രണ്ടും അത്യാവശ്യം നല്ല ഹെവിലി പ്രൈസ്ഡ് തന്നെയാണ്. പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ അൾട്രയിൽ ഒരു ചേഞ്ചും ഇല്ല, ആ കൂടെ ഡിസൈൻ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അൾട്രയെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ആപ്പിൾ വാച്ചിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് എയർപോർട്സ് ആണ്. അപ്പോൾ അവിടെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്നാലും വലിയ അങ്ങോട്ട് മാറ്റമൊന്നുമില്ല. ചെറിയ മാറ്റങ്ങളുണ്ട്. എയർപോർട്സ് പ്രോയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു മാറ്റമില്ല. എയർപോർട്സ് പ്രോ 2nd ജനറേഷൻ തന്നെയാണ് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. ആകെ ഒരു അഡീഷണൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നുണ്ട് ഹിയറിംഗ് എയ്ഡിൻ്റെ പ്രകാരമായിട്ട്. അതായത് നമുക്ക് ഹിയറിംഗ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഒരു ടെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നോയ്സസ് ഉണ്ടല്ലോ, ഇപ്പോൾ പുറമേയുള്ള നോയ്സസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി, ഹാംഫുൾ ആയിട്ടുള്ള നോയ്സ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫീച്ചർ, അഡീഷണൽ ഫീച്ചർ. ഓൾറെഡി നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ അഡ്വാൻസ്ഡ് ഫീച്ചർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പുറത്തൊക്കെ വലിയ കോൺസേർട്സോ അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് എന്നൊക്കെ നമ്മുടെ ഇയേഴ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അഡീഷണൽ ഇയർ പ്രൊട്ടക്ഷൻ ഫീച്ചർ. പിന്നെ അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡിൻ്റെ സംഭവം വരുന്നുണ്ട്. അത് ആക്ച്വലി ക്ലിനിക്കലായിട്ടുള്ള ഹിയറിംഗ് എയ്ഡ് എയർപോർട്സ് പ്രോയിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ചെവി അധികം കേൾക്കാത്ത ആൾക്കാർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്, അല്ലാതെ ഹാർഡ്വെയർ ആയിട്ടൊരു മാറ്റവും വരുന്നില്ല. എയർപോർട്സ് പ്രോ 2nd ജനറേഷനിൽ ഓൾറെഡി ഉള്ള ഒരു ഫീച്ചറിനെ അവർ കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്തെടുത്തു സോഫ്റ്റ്വെയറിലൂടെ, അത്രയേ ഉള്ളൂ. അങ്ങനെ iOS 18 വഴി വരുന്ന ഒരു അപ്ഡേറ്റ് മാത്രമാണ്. ആ ഒരു ചേഞ്ച് അല്ലാതെ എയർപോർട്സ് പ്രോയിന് ഒരു ചേഞ്ചും വരുന്നില്ല. ഇനി നോർമൽ എയർപോർട്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ മാറ്റം വരുന്നുണ്ട്. പുതിയ എയർപോർട്സ് 4 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി എനിക്കത് ലോഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് കേട്ടപ്പോഴത്തേക്കും ഇനി എന്തിനാണ് എയർപോർട്സ് പ്രോ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എയർപോർട്സ് പ്രോയിലുള്ള ഒട്ടുമുക്കാലും എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇനി എന്തിനാണ് എയർപോർട്സ് പ്രോ. കാരണം ഒന്ന്, എയർപോർട്സ് പ്രോ 2nd ജനറേഷൻ്റെ H2 ചിപ്പാണ് ഇതിനകത്ത് വരുന്നത്.
അതൊരു കാര്യം. ആ ചിപ്പ് സെറ്റ് സെയിം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന അഡീഷണൽ ഫീച്ചേഴ്സ്, അതായത് കോൺവെർസേഷണൽ അവയർനെസ്, അത്തരം ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്തും കിട്ടുന്നുണ്ട്. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ സൗണ്ട് ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി റിച്ചർ ബേസ് ആണ് വരുന്നത്. ട്രബിൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. സൗണ്ട് ഡിസൈൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. ഈ മൂന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ കേസിൻ്റെ കാര്യം നോക്കുമ്പോൾ കേസിനകത്ത് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. എയർപോഡ്സ് പ്രോ 2nd ജനറേഷനിലും വരുന്ന അതേ കാര്യം. ഫൈൻഡ് മൈ എയർപോഡ്സിന് വേണ്ടി സ്പീക്കേഴ്സ് വരുന്നുണ്ട്. USB-C ആണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഏറ്റവും കോമഡി, ഇതിൻ്റെ കൂടെ ഒരു വേറെ മോഡലും കൂടെ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സെയിം എയർപോഡ്സ് തന്നെ, പക്ഷേ ANC കൂടെ അതിനകത്ത് വരും. ഒരു മോഡലിനകത്ത് ANC വരുന്നില്ല, മറ്റേ മോഡലിന് സെയിം മോഡലാണ് പക്ഷേ ANC വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം വരുന്നുണ്ടെങ്കിൽ ഇനി എയർപോഡ്സ് പ്രോ എടുക്കേണ്ട കാര്യം എന്താ? എനിക്കതാ മനസ്സിലാകാത്തത്. പിന്നെ അവർ പറഞ്ഞൊരു മാറ്റം, വലിയ സംഭവം പോലെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോഡ്സ് മാക്സിൽ USB-C ചാർജിങ് ഉണ്ടെന്നുള്ളത്. USB-C അതൊരു ഫീച്ചറായിട്ട്, ഒരു മാറ്റമായിട്ട് അവർ പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വേറെ ഒന്നുമില്ല അതിന് മാറ്റം. ആകെയുള്ള മാറ്റം USB-C ആണ്. ഇപ്പോൾ നമ്മൾ ആപ്പിൾ വാച്ചിൻ്റെ പരിപാടി കഴിഞ്ഞു, എയർപോഡ്സിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയാണ് iPhone 16 സീരീസിൻ്റെ പരിപാടി വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആക്ച്വലി iPhone 16 ആണെങ്കിലും 16 പ്ലസിലാണെങ്കിലും ഡിസ്പ്ലേ പ്രോപ്പർട്ടീസിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല. സെയിം സൈസാണ്. ഒന്ന് 6.1 ഇഞ്ചും ഒന്ന് 6.7 ഇഞ്ചും. ആദ്യമേ ഡിസൈനിൽ ഏറ്റവും വലിയ മാറ്റം ക്യാമറ ലേഔട്ടിലുള്ള മാറ്റം. നേരത്തെ ഡയഗണലി അല്ലേ വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ തൊട്ട് താഴെ തന്നെ ലെൻസ് വരുന്നുണ്ട്. ഇപ്പം അടുപ്പിച്ചടുപ്പിച്ചുള്ള സംഭവം പഴയ ഐഫോണിലൊക്കെ ഉള്ളതുപോലെ. ഇനി അടുത്തത് പുതിയ A18 ചിപ്സെറ്റാണ് iPhone 16 വരുന്നത്. അപ്പോൾ അത് അവർ നമ്പേഴ്സ് വെച്ച് പറയുന്നത് 30% ഫാസ്റ്ററാണ് A16 അതുപോലെ 30% ലെസ് പവറേ അതിനാവശ്യമുള്ളൂ എന്നുള്ളതാണ് A16 എന്നുള്ളത്. കുറച്ചുകൂടെ പവർ എഫിഷ്യൻ്റ് ആണ്, കുറച്ചുകൂടെ ഫാസ്റ്ററുമാണ് എന്നുള്ളത്. പിന്നെ അത് CPU കാര്യമാണ് കേട്ടോ. GPU കാര്യം നോക്കുവാണെങ്കിൽ നമ്പർ വൈസ് അവർ പറയുന്നത് 40% മച്ച് മോർ പവർഫുൾ ആണ് A16 ഫാസ്റ്ററാണ്. എന്നാൽ 35% ലെസ് പവറേ അത് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ A16 എന്നാണ് പറയുന്നത്. ഇനി iPhone 16 iPhone 15 Pro സീരീസിൽ വന്ന ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. അത് പല ലീക്സും കൺഫേം ചെയ്തായിരുന്നു. അപ്പോൾ ആക്ച്വലി അതേപോലെ തന്നെ അവർ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി പുതുതായിട്ട് എന്താണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ക്യാമറ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ബട്ടണാണ്. അതായത് ക്യാമറ ഫംഗ്ഷൻസിന് വേണ്ടി മാത്രം പ്രത്യേകമായി ഡിസൈൻ ചെയ്ത ഒരു ബട്ടൺ. ആ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ നമ്മൾ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. പിന്നെ ഒരു തവണയും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ഫംഗ്ഷനാലിറ്റീസ്. പിന്നെ പ്രസ് ചെയ്യാൻ മാത്രമല്ല, നമുക്കത് സ്വൈപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും സൂമൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ പല ക്യാമറ മോഡ്സ് കൺട്രോൾ ചെയ്യാനും ഡെപ്ത് ഓഫ് ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അത് എത്രത്തോളം ആൾക്കാർ ഉപയോഗിക്കും എന്ന് പറയുന്നത് ആക്ച്വലി അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു റെസ്പോൺസും ഫീലൊക്കെ അനുസരിച്ചിരിക്കും. നോർമലി ആപ്പിളിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്കൊക്കെ അടിപൊളിയാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഹാപ്റ്റിക് റെസ്പോൺസ് ഒക്കെ ആയിരിക്കും വരുന്നത് എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും കണ്ടറിയാം. പിന്നെ പുതിയ അൾട്രാവൈഡ് ക്യാമറ വരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. സെയിം മെഗാപിക്സലാണ്, 12 മെഗാപിക്സലാണ്. പക്ഷേ കുറച്ചുകൂടെ ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ലൈറ്റ് ഉള്ള ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതുവരെ മാക്രോ മോഡ് പ്രോ മോഡൽസിന് അല്ലാത്ത മോഡൽസിന് വരുന്നില്ലായിരുന്നു. എന്തോ ഒരു യുണീക്ക് ഫീച്ചർ പോലെയായിരുന്നു ആപ്പിൾ വെച്ചുകൊണ്ടിരുന്നത്. അത് ഇത്തവണ മാറ്റിയിട്ടുണ്ട്. ഇപ്പം നോൺ പ്രോ മോഡൽസിനാണെങ്കിലും iPhone 16 16 പ്ലസിനും മാക്രോ മോഡാണെങ്കിലും വരുന്നുണ്ട്. പിന്നെ ഈ ക്യാമറ ലേഔട്ട് മാറ്റാൻ തന്നെ കാരണം സ്പേഷ്യൽ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ്. അത് iPhone 16 ഇപ്പോൾ പറ്റും. അത് ആക്ച്വലി വിഷൻ പ്രോ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അതല്ലാതെ എല്ലാവർക്കും അത് പ്രയോജനം വരില്ല. പിന്നെ പുതിയ കുറേ AAA ഗെയിംസ് ആണെങ്കിലും നമുക്ക് iPhone 16 വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുമെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. കാരണം ഇത്രമാത്രം നല്ല GPU പെർഫോമൻസും CPU പെർഫോമൻസും ഒക്കെ ഉള്ള കാരണം റേ ട്രേസിംഗ് ഒക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് നല്ല ഒറിജിനലായിട്ട് നല്ല അടിപൊളി റിഫ്ലക്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഈ ഗെയിംസ് കളിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഫ്യൂഷൻ ക്യാമറയൊക്കെ ആക്ച്വലി അവർ എന്തിനാണ് ഒന്നുകൂടെ വന്ന് പറയുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഈ 48 MB ഉണ്ട്, അതിൻ്റെ കൂടെ 12 MB കൂടെ വന്ന് ചേരുമ്പോഴത്തേക്കും നമുക്കൊരു 24 MB വേറെ ഫോട്ടോ ഓൾറെഡി പറഞ്ഞ കാര്യമില്ലേ. പിന്നെ വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണ്? പിന്നെ 2x ടെലിഫോട്ടോ ഒന്നുകൂടെ അത് വലിയ കാര്യം പോലെ എത്ര നാൾ തൊട്ടുണ്ടത്, എന്നാലും വലിയ കാര്യം പോലെ ഒന്ന് പറയുകയാണ്. ഇനി ദ ഫിനാലെ ഓഫ് ആപ്പിൾ ഇവന്റ് iPhone 16 Pro സീരീസ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമേ ഡിസ്പ്ലേയിലുള്ള മാറ്റമാണ്. 6.1 ഇഞ്ചിൽ നിന്നും 6.3 ഇഞ്ചിലോട്ട് പ്രോ സീരീസിൻ്റെ സൈസ് കൂടി. അതുപോലെ പ്രോ മാക്സിൻ്റെ സൈസ് 6.7 ഇഞ്ചിൽ നിന്നും 6.9 ഇഞ്ചിലോട്ടും വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ iPhone 16 16 പ്ലസിനും A18 ചിപ്സെറ്റ് ആണെങ്കിൽ 16 പ്രോയിലും പ്രോ മാക്സിലും A18 പ്രോ ചിപ്സെറ്റാണ് വരുന്നത്. ഇനി ആ ചിപ്സെറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ ഓരോ നമ്പർ പറഞ്ഞിട്ടുണ്ട്. 15% ഫാസ്റ്റർ ദാൻ A17 Pro ആണ്. അതുപോലെ തന്നെ 20% GPU കാര്യത്തിൽ ഫാസ്റ്ററാണ് A17 Proവിനേക്കാളും. A17 Pro ആയിട്ടാണ് കമ്പാരിസൺ വരുന്നത്. പിന്നെ പവർ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ 20% ലെസർ പവറാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്
എന്നും പറയുന്നുണ്ട്. അതുപോലെ ഫോണിൻ്റെ ബെസൽസിൻ്റെ സൈസ് ആണെങ്കിലും കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട് പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും. ലാർജർ ബാറ്ററിയാണ് ഈ പ്രോഡക്ട്സിലൊക്കെ വരുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്ര ശതമാനം കൂടുതലാണ് ബാറ്ററി ലൈഫ്, അതുപോലെ തന്നെ എത്ര mAh ആണ് എന്നുള്ളതൊന്നും ഇവൻ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ സ്പെസിഫിക്കേഷൻ ചാർട്ട് നമുക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും ഫ്യൂച്ചറിൽ ഓരോന്നായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും. പിന്നെ ക്യാമറയുടെ റെസൊല്യൂഷൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് 48 MB അൾട്രാ വൈഡ് ക്യാമറ ഇത്തവണ വരുന്നുണ്ട്. നേരത്തെയൊക്കെ 12 MB ആയിരുന്നല്ലോ, അത് മാറ്റി 48 MB അൾട്രാ വൈഡും കൂടെ ആക്കിയിട്ടുണ്ട്. 48 MB പ്രൈമറി ക്യാമറയുടെ കൂടെ. പിന്നെ വീഡിയോയുടെ കാര്യത്തിൽ ഇവന്മാരെ തോപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് കുറച്ചുകൂടെ ഉറപ്പിക്കുന്ന രീതിയിൽ അവന്മാർ കൊണ്ടുവന്നതാണ് 4K 120 FPS. അത് അടിപൊളി കേട്ടോ, അത് കിഡിലുമായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കാണുമ്പോൾ തന്നെ ആക്ച്വലി നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 4K 120 FPS എടുത്ത ആ ഒരു ഫുട്ടേജ് നമുക്ക് സ്ലോ മോഷനിലോട്ട് 30 FPS 60 FPS ഈവൻ 24 FPS മാറ്റാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ആണെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിനിമാറ്റിക് സ്ലോ മോഷൻ എന്ന് അവർ പ്രത്യേകമായിട്ട് വിളിക്കുന്നുണ്ട്. ഈ 4K 120 FPS എടുത്ത ഫുട്ടേജ് സ്ലോ മോഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതും നല്ല ക്രിസ്പ് ക്ലാരിറ്റി. അവർ കാണിക്കുന്ന വീഡിയോസൊക്കെ അടിപൊളി ക്ലാരിറ്റി. ഒരു വീക്കെൻഡിൻ്റെ ഒരു വീഡിയോ ഒക്കെ അവർ കാണിച്ചായിരുന്നു. എൻ്റെ അമ്മോ, ഇത് ഐഫോണിലാണ് എടുത്തതെന്ന് നമുക്ക് തോന്നത്തില്ല. അത്രയ്ക്ക് അടിപൊളി ക്ലാരിറ്റി അല്ലെങ്കിൽ അത്രയ്ക്ക് ക്വാളിറ്റി ആ വീഡിയോ ഡെലിവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു കേട്ടോ. മീൻസ് ഒരു ഫോൺ ഇത്രമാത്രം വീഡിയോ ക്വാളിറ്റിയൊക്കെ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഓഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻസ് മച്ച് മോർ വേഴ്സറ്റൈൽ ആക്കാൻ വേണ്ടി അവർ 4 ഡിഫറെൻറ്റ് മോഡ്സ് ആണെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മോഡ് ഓഫർ ചെയ്യുന്നുണ്ട്, പിന്നെ ഇൻ ഫ്രെയിം എന്ന് പറയുന്ന വേറൊരു മോഡ് ഓഫർ ചെയ്യുന്നുണ്ട്, സ്റ്റുഡിയോ മോഡ് ഓഫർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സിനിമാറ്റിക് മോഡാണെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ട്. ഇതാണ് ആപ്പിൾ ഇവൻറ്റ് നടന്ന മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ്. ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയി കാണും. ഇപ്പോൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് ടു ദ ചാനൽ ആൻഡ് ഗുഡ് ബൈ.